തീയതി 6/5/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ സമ്പൂർണ്ണ പാവനമാകുമ്പോൾ തന്നെയാണ് ബാബ നിങ്ങളുടെ ബലിയർപ്പണം സ്വീകരിക്കുന്നത്. നമ്മൾ എത്ര പാവനമായി കഴിഞ്ഞു എന്ന് തൻ്റെ ഹൃദയത്തോട് ചോദിക്കൂ. ചോദ്യം: കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ സന്തോഷത്തോടെ ബാബയിൽ ബലിയർപ്പിക്കുന്നു. എന്തുകൊണ്ട്? ഉത്തരം: കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ബലിയർപ്പണമാകുന്നു. അപ്പോൾ ബാബ 21 ജന്മത്തേക്ക് ബലിയർപ്പണമാകുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഇതും അറിയാം. ഇപ്പോൾ ഈ അവിനാശി രുദ്രജ്ഞാനയജ്ഞത്തിൽ എല്ലാ മനുഷ്യർക്കും സ്വാഹ ആവുക തന്നെ വേണം. അതിനാൽ നിങ്ങൾ ആദ്യമേ തന്നെ സന്തോഷത്തോടെ തൻ്റെ ശരീരം, മനസ്സ്, ധനം സർവ്വതും സ്വാഹ ചെയ്ത് സഫലമാക്കുന്നു. ഗീതം: മുഖം നോക്കൂ പ്രാണി. ഓം ശാന്തി. ശിവഭഗവാനുവാച: തീർച്ചയായും തൻ്റെ കുട്ടികളെ പ്രതി തന്നെയാണ് നോളജ് പഠിപ്പിക്കുന്നത് അഥവാ ശ്രീമത് നൽകുന്നത്. ഹേ കുട്ടികളെ അഥവാ ഹേ പ്രാണി, ശരീരത്തിൽ നിന്നും പ്രാണൻ പോകുന്നതും ആത്മാവ് പോകുന്നതും കാര്യം ഒന്ന് തന്നെയാണ്. ഹേ പ്രാണി അഥവാ ഹേ കുട്ടികളെ, എൻ്റെ ജീവിതത്തിൽ എത്ര പാപമുണ്ടായിരുന്നു, എത്ര പുണ്യമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ നോക്കിയോ? കണക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പകുതി കൽപ്പം പുണ്യവും പകുതി കൽപ്പം പാപവുമായിരിക്കും. പുണ്യത്തിൻ്റെ സമ്പത്ത് ബാബയിൽ നിന്ന് ലഭിക്കുന്നു. ആ ഒന്നിനെ രാമൻ എന്ന് പറയുന്നു. രാമൻ എന്ന നിരാകാരനെയാണ് പറയുന്നത്, അല്ലാതെ സീതയുടെ രാമനെയല്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ വന്ന് ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണൻ ആയിരിക്കുന്നു. പകുതി കൽപ്പം നമ്മൾ പുണ്യ ആത്മാവ് തന്നെയായിരുന്നു, പിന്നെ പകുതി കൽപ്പം പാപാത്മാവായിരിക്കുന്നു എന്നത് നിങ്ങളുടെ ബുദ്ധിയിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ പുണ്യ ആത്മാവ് ആകേണ്ടതുണ്ട്. എത്രത്തോളം പുണ്യ ആത്മാവായി? അത് ഓരോരുത്തരും തൻ്റെ ഹൃദയത്തോട് ചോദിക്കൂ. പാപാത്മാവിൽ നിന്നും പുണ്യ ആത്മാവ് എങ്ങനെയാകും? അതും ബാബ മനസ്സിലാക്കിച്ചു തന്നു. യജ്ഞം, തപം തുടങ്ങിയവയിലൂടെ നിങ്ങൾ പുണ്യ ആത്മാവാകില്ല. അത് ഭക്തിമാർഗമാണ്. ഇതിലൂടെ ഒരു മനുഷ്യനും പുണ്യ ആത്മാവാകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, നമ്മൾ പുണ്യ ആത്മാവ് ആയിക്കൊണ്ടിരിക്കുന്നു. ആസുരീയ മതത്തിലൂടെ പാപാത്മാവായി പടിയിറങ്ങി തന്നെ വന്നു. എത്ര സമയം നമ്മൾ പുണ്യ ആത്മാവാകുന്നു അഥവാ സുഖത്തിൻ്റെ സമ്പത്ത് നേടുന്നു, ഇതാർക്കും അറിയില്ല. ആ ബാബയെ എല്ലാ മനുഷ്യരും ഓർമ്മിക്കുന്നു. ആ ഒന്നിനെ പരംപിത പരമാത്മാവ് എന്ന് പറയുന്നു. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെ പരമാത്മാവ് എന്ന് പറയില്ല. മറ്റാരെയും പരമാത്മാവ് എന്ന് പറയാൻ സാധിക്കില്ല. ഈ സമയം നിങ്ങൾ പ്രജാപിത ബ്രഹ്മ എന്ന് പറയുന്നു. പക്ഷേ പ്രജാപിതാവിനെ ഒരിക്കലും ഭക്തിമാർഗത്തിൽ ഓർമ്മിക്കുന്നില്ല. എല്ലാവരും ഓർമ്മിക്കുന്നത് നിരാകാരനായ ബാബയെ തന്നെയാണ്. ഓ ഗോഡ് ഫാദർ, ഓ ഭഗവാൻ എന്ന വാക്ക് തന്നെയാണ് വരുന്നത്. ഒന്നിനെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. മനുഷ്യന് സ്വയം തന്നെ ഗോഡ് ഫാദർ എന്ന് പറയാൻ സാധിക്കില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനും സ്വയം ഗോഡ് ഫാദർ എന്ന് പറയാൻ സാധിക്കില്ല. അവരുടെ ശരീരത്തിന് നാമമുണ്ടല്ലോ. തൻ്റേതായ ശരീരമില്ലാത്തത് ഒരേ ഒരു ഗോഡ് ഫാദറാണ്. ഭക്തിമാർഗത്തിലും ശിവന്റെ വളരെയധികം പൂജ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ശിവബാബ ഈ ശരീരത്തിലൂടെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹേ കുട്ടികളെ, എത്ര സ്നേഹത്തോടെ പറയുന്നു, ഞാൻ സർവരുടെയും പതീത പാവനും സദ്ഗതി ദാതാവുമാണ് എന്നത് മനസ്സിലാക്കുന്നു. മനുഷ്യർ ബാബയുടെ മഹിമ ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ 5000 വർഷത്തിനു ശേഷം വരുന്നു എന്നത് അവർക്കറിയില്ല. തീർച്ചയായും എപ്പോഴാണോ കലിയുഗത്തിൻ്റെ അന്തിമം ആകുന്നത് അപ്പോൾ തന്നെയാണ് വരിക. ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്തിമമാണ്. അതിനാൽ തീർച്ചയായും ഇപ്പോൾ വന്നിട്ടുണ്ടാകും. നിങ്ങളെ കൃഷ്ണനല്ല പഠിപ്പിക്കുന്നത്,
ശ്രീമദ് ലഭിക്കുന്നു. ശ്രീമദ് കൃഷ്ണൻ്റേതൊന്നുമല്ല. കൃഷ്ണന്റെ ആത്മാവും ശ്രീമത്തിലൂടെ തന്നെയാണ് ദേവതയായത്. പിന്നെ 84 ജന്മങ്ങളെടുത്ത് ഇപ്പോൾ നിങ്ങൾ ആസുരീയ മതത്തിലേതായിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ നിങ്ങളുടെ ചക്രം പൂർത്തിയാകുമ്പോഴാണ്. നിങ്ങൾ തുടക്കത്തിൽ വന്നിരുന്നു, ഇപ്പോൾ ജീർണിച്ച അവസ്ഥയിലാണ്. പഴയ വൃക്ഷം ജീർണിച്ചതാകുന്നു, അപ്പോൾ മുഴുവൻ വൃക്ഷവും ഇങ്ങനെയായി പോകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ തമോ പ്രധാനം ആകുന്നതിലൂടെ എല്ലാം തമോ പ്രധാനമായി. ഇത് മനുഷ്യ സൃഷ്ടിയുടെ വെറൈറ്റി ധർമ്മങ്ങളുടെ വൃക്ഷമാണ്. ഇതിനെ തലകീഴായ വൃക്ഷം എന്ന് പറയുന്നു. ഇതിൻ്റെ ബീജം മുകളിലാണ്. ആ ബീജത്തിൽ നിന്ന് തന്നെയാണ് മുഴുവൻ വൃക്ഷവും വരുന്നത്. മനുഷ്യർ ഗോഡ് ഫാദർ എന്ന് പറയുന്നുമുണ്ട്. ആത്മാവാണ് പറയുന്നത്. ആത്മാവിൻ്റെ പേര് ആത്മാവെന്ന് തന്നെയാണ്. ആത്മാവ് ശരീരത്തിൽ വരുമ്പോൾ ശരീരത്തിന് പേര് വയ്ക്കുന്നു, കളി നടക്കുന്നു. ആത്മാക്കളുടെ ലോകത്തിൽ കളി നടക്കുന്നില്ല. കളിയുടെ സ്ഥാനം തന്നെ ഇതാണ്. നാടകത്തിൽ പ്രകാശവും മറ്റുമെല്ലാം ഉണ്ടായിരിക്കും. ബാക്കി എവിടെയാണോ ആത്മാക്കൾ വസിക്കുന്നത് അവിടെ സൂര്യചന്ദ്രന്മാർ ഇല്ല. ഡ്രാമയുടെ കളി നടക്കുന്നില്ല. രാത്രിയും പകലും ഇവിടെയാണുള്ളത്. സൂക്ഷ്മവതനത്തിലോ മൂലവതനത്തിലോ രാത്രിയും പകലും ഇല്ല. കർമ്മക്ഷേത്രം ഇതാണ്. ഇതിൽ മനുഷ്യർ നല്ല കർമ്മവും ചെയ്യുന്നു, മോശമായ കർമ്മവും ചെയ്യുന്നു. സത്യയുഗത്തിലും ത്രേതായിലും നല്ല കർമ്മമാണ് ഉണ്ടാകുന്നത്. കാരണം അവിടെ 5 വികാരങ്ങളാകുന്ന രാവണന്റെ രാജ്യമേ ഇല്ല. ബാബ ഇരുന്ന് കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ രഹസ്യം പറഞ്ഞു തരുന്നു. കർമ്മം ചെയ്യുക തന്നെ വേണം. ഇത് കർമ്മക്ഷേത്രമാണ്. സത്യയുഗത്തിൽ മനുഷ്യർ എന്ത് കർമ്മം ചെയ്യുന്നുവോ അത് അകർമ്മമാകുന്നു. അവിടെ രാവണ രാജ്യമേ ഇല്ല. അതിനെ ഹെവൻ എന്ന് പറയുന്നു. ഈ സമയം ഹെവൻ അല്ല. സത്യയുഗത്തിൽ ഒരേ ഒരു ഭാരതമാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. ഹെവൻലി ഗോഡ് ഫാദർ എന്ന് പറയുന്നു. അപ്പോൾ ബാബ തീർച്ചയായും ഹെവൻ തന്നെ രചിക്കും. ഭാരതം പ്രാചീന ദേശമാണ് എന്നത് എല്ലാ നേഷനിലുള്ളവർക്കും അറിയാം. ആദ്യം കേവലം ഭാരതം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതാരും അറിയുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇത് 5000 വർഷത്തിൻ്റെ കാര്യമാണ്. ക്രൈസ്റ്റിന് 3000 വർഷം മുമ്പ് ഭാരതം ഹെവനായിരുന്നു എന്ന് പറയുന്നുമുണ്ട്. രചയിതാവ് തീർച്ചയായും രചന രചിക്കും. തമോ പ്രധാന ബുദ്ധിയായത് കാരണം ഇത്ര പോലും മനസ്സിലാക്കുന്നില്ല. ഭാരതം ഏറ്റവും ഉയർന്ന ഖണ്ഡമാണ്. മനുഷ്യ സൃഷ്ടിയുടെ ആദ്യത്തെ വംശാവലിയാണ്. ഇതും ഡ്രാമയിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ധനികർ ദരിദ്രരെ സഹായിക്കുന്നു. ഇതും നടന്നു വരുന്നു. ഭക്തി മാർഗത്തിലും ധനികർ ദരിദ്രർക്ക് ദാനം നൽകുന്നു. എന്നാൽ ഇത് പതീത ലോകമാണ്. എന്തെല്ലാം ദാനപുണ്യം ചെയ്യുന്നു പതീതരാണ് ചെയ്യുന്നത്. ആർക്ക് ദാനം നൽകുന്നു അവരും പതീതമാണ്. പതീതർക്ക് ദാനം നൽകുന്നു. അതിന് എന്ത് ഫലം നേടുവാനാണ്? എത്ര ദാനപുണ്യം ചെയ്തു വന്നു, എന്നിട്ടും വീണുകൊണ്ടിരിക്കുകയാണ്. ഭാരതം പോലെ ദാനിയായ ഖണ്ഡം മറ്റൊന്നില്ല. ഈ സമയം നിങ്ങളുടെ ശരീരം, മനസ്സ്, ധനം തുടങ്ങി എന്തെല്ലാമുണ്ടോ ഇതിൽ സ്വാഹ ചെയ്യുന്നു. ഇതിനെ പറയുന്നത് രാജസ്വ അശ്വമേധ അവിനാശി ജ്ഞാനയജ്ഞം എന്നാണ്. ആത്മാവ് പറയുന്നു, ഈ പഴയ ശരീരത്തെ ഇവിടെ സ്വാഹ ചെയ്യേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, മുഴുവൻ ലോകത്തിലെയും മനുഷ്യർ ഇതിൽ സ്വാഹയാകുന്നു. അതിനാൽ നമ്മൾ എന്തുകൊണ്ട് സന്തോഷത്തോടെ ബാബയിൽ ബലിയർപ്പിച്ചുകൂടാ? ആത്മാവിനറിയാം നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നു. ബാബ അങ്ങ് എപ്പോൾ വരുമോ അപ്പോൾ നമ്മൾ ബലിയർപ്പണമാകും എന്ന് പറഞ്ഞു വരികയും ചെയ്തു. കാരണം ഇപ്പോൾ നമ്മൾ ബലിയർപ്പണമാകുന്നതിലൂടെ താങ്കൾ പിന്നെ 21 ജന്മത്തേക്ക് ബലിയർപ്പണമാകും. ഇത് കരാറാണ്. നമ്മൾ അങ്ങയിൽ ബലിയർപ്പണമാകുന്നു,
താങ്കളും 21 പ്രാവശ്യം ബലിയർപ്പണമാകുന്നു. ബാബ പറയുന്നു, ഏതുവരെ നിങ്ങളുടെ ആത്മാവ് പവിത്രമായിട്ടില്ല അതുവരെ ഞാൻ ബലിയർപ്പണം സ്വീകരിക്കുന്നില്ല. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ ആത്മാവ് പ്യുവറായി മാറും. ബാബയെ മറക്കുന്നതിലൂടെ നിങ്ങൾ എത്ര പതീതരും ദുഃഖിതരുമായിരിക്കുന്നു. മനുഷ്യർ ദുഃഖിതരാകുമ്പോൾ പിന്നെ ശരണം പ്രാപിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ 63 ജന്മം രാവണനാൽ വളരെയധികം ദുഃഖിതരായി. ഒരു സീതയുടെ കാര്യമല്ല. ഏതെല്ലാം മനുഷ്യരുണ്ടോ എല്ലാവരും സീതമാരാണ്. രാമായണത്തിൽ കഥ എഴുതിയിരിക്കുന്നു. സീതയെ രാവണൻ ശോകവാടിയിലിട്ടു. വാസ്തവത്തിൽ കാര്യം മുഴുവൻ ഈ സമയത്തിൻ്റെതാണ്. എല്ലാവരും രാവണന്റെ, അതായത് 5 വികാരങ്ങളുടെ ജയിലിലാണ്. അതിനാൽ ദുഃഖിതരായി വിളിക്കുന്നു, നമ്മളെ ഇതിൽ നിന്നും മോചിപ്പിക്കൂ. ഒരാളുടെ കാര്യമല്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മുഴുവൻ ലോകവും രാവണന്റെ ജയിലിലാണ്. രാവണ രാജ്യമാണല്ലോ. രാമരാജ്യം വേണം എന്ന് പറയുന്നുമുണ്ട്. ഗാന്ധിജിയും പറഞ്ഞു, സന്യാസിമാർ ഒരിക്കലും രാമരാജ്യം വേണം എന്ന് പറയുകയില്ല. ഭാരതവാസികൾ തന്നെയാണ് പറയുന്നത്. ഈ സമയം ആദി സനാതന ദേവി ദേവതാ ധർമ്മമില്ല. മറ്റു ബ്രാഞ്ചസ് ഉണ്ട്. സത്യയുഗം ഉണ്ടായിരുന്നു. ഒരേ ഒരു ആദി സനാതന ദേവി ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പേര് തന്നെ മാറ്റപ്പെട്ടിരിക്കുന്നു. തൻ്റെ ധർമ്മത്തെ മറന്ന് പിന്നെ മറ്റു ധർമ്മങ്ങളിലേക്ക് കൺവേർട്ടായി പോകുന്നു. മുസൽമാന്മാർ വന്നു. എത്ര ഹിന്ദുക്കളെ അവരുടെ ധർമ്മത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. ക്രിസ്ത്യൻ ധർമ്മത്തിലേക്കും വളരെയധികം കൺവേർട്ടായി. അതിനാൽ ഭാരതവാസികളുടെ ജനസംഖ്യ കുറഞ്ഞുപോയി. ഇല്ലെങ്കിൽ ഭാരതവാസികളുടെ ജനസംഖ്യ ഏറ്റവും കൂടുതൽ ആകേണ്ടതാണ്. അനേകം ധർമ്മങ്ങളിലേക്ക് കൺവേർട്ടായി പോയി. ബാബ പറയുന്നു, നിങ്ങളുടെ ആദി സനാതന ദേവി ദേവതാ ധർമ്മം ഏറ്റവും ഉയർന്നതാണ്. സതോ പ്രധാനമായിരുന്നു. ഇപ്പോൾ അതുതന്നെ മാറി വീണ്ടും തമോ പ്രധാനമായിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു, ജ്ഞാനസാഗരവും പതീത പാവനും എന്നാരെയാണോ വിളിക്കുന്നത് ആ ഒന്ന് മുന്നിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരവും സ്നേഹത്തിൻ്റെ സാഗരവുമാണ്. ക്രൈസ്റ്റിന് ഇങ്ങനെ മഹിമ ചെയ്യില്ല. കൃഷ്ണനെ ജ്ഞാനത്തിൻ്റെ സാഗരം, പതീത പാവനൻ എന്ന് പറയുന്നില്ല. സാഗരം ഒന്നേ ഉള്ളൂ. 4 ഭാഗത്തും ഓൾറൗണ്ട് സാഗരം തന്നെ സാഗരമാണ്. 2 സാഗരമില്ല. ഇത് മനുഷ്യ സൃഷ്ടിയുടെ നാടകമാണ്. ഇതിൽ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം പാർട്ടുണ്ട്. ബാബ പറയുന്നു, എൻ്റെ കർത്തവ്യം ഏറ്റവും വ്യത്യസ്തമാണ്. ഞാൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. എന്നെ തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത് ഹേ പതീത പാവന എന്ന്. പിന്നെ പറയുന്നു, ലിബറേറ്റർ ആണ്. എന്തിൽ നിന്നാണ് ലിബറേറ്റ് ചെയ്യുന്നത്? ഇതും ആരും അറിയുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ സത്യയുഗത്തിലും ത്രേതായിലും വളരെയധികം സുഖമുള്ളവരായിരുന്നു. അതിനെ സ്വർഗം എന്ന് പറയുന്നു. ഇപ്പോഴാണെങ്കിൽ നരകമാണ്. അതിനാൽ വിളിക്കുന്നു, ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്ത് സുഖധാമത്തിലേക്ക് കൊണ്ടുപോകൂ. സന്യാസിമാർ ഒരിക്കലും ഇന്നയാൾ സ്വർഗവാസിയായി എന്ന് പറയില്ല. അകലെ നിർവാണത്തിൽ പോയി എന്നാണ് പറയുന്നത്. വിദേശത്തും പറയുന്നു, ലെഫ്റ്റ് ഫോർ ഹെവൻലി അബോർഡ്. ഗോഡ് ഫാദറിൻ്റെ അടുക്കൽ പോയതായി മനസ്സിലാക്കുന്നു. ഹെവൻലി ഗോഡ് ഫാദർ എന്ന് പറയുന്നു. തീർച്ചയായും ഹെവൻ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. ഹെല്ലിന് ശേഷം ഹെവൻ വേണ്ടതാണ്. ഗോഡ് ഫാദറിന് ഇവിടെ വന്ന് ഹെവൻ സ്ഥാപിക്കേണ്ടതുണ്ട്. സൂക്ഷ്മവദനത്തിലും മൂലവദനത്തിലും ഹെവൻ ഒന്നുമില്ല. തീർച്ചയായും ബാബയ്ക്ക് തന്നെ വരേണ്ടി വരുന്നു. ബാബ പറയുന്നു, ഞാൻ വന്ന് പ്രകൃതിയുടെ ആധാരം എടുക്കുന്നു. എൻ്റെ ജന്മം മനുഷ്യരുടേതുപോലെ അല്ല. ഞാൻ ഗർഭത്തിൽ വരുന്നില്ല. നിങ്ങളെല്ലാവരും ഗർഭത്തിൽ വരുന്നു. സത്യയുഗത്തിൽ ഗർഭ കൊട്ടാരമാണ്. കാരണം അവിടെ ശിക്ഷ അനുഭവിക്കുന്നതിനായി ഒരു വികർമ്മവും ഉണ്ടാകുന്നില്ല.
അതിനാൽ അതിനെ ഗർഭ കൊട്ടാരം എന്ന് പറയുന്നു. ഇവിടെ വികർമ്മം ചെയ്യുന്നു, അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. അതിനാൽ ഗർഭ ജയിൽ എന്ന് പറയുന്നു. ഇവിടെ രാവണ രാജ്യത്തിൽ മനുഷ്യർ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പാപാത്മാക്കളുടെ ലോകം തന്നെയാണ്. അതാണ് പുണ്യ ആത്മാക്കളുടെ ലോകം, സ്വർഗം. അതിനാൽ ആ ലീലയിൽ കൃഷ്ണൻ വന്നതായി പറയുന്നു. ഇങ്ങനെ കൃഷ്ണന്റെ മഹിമ കാണിക്കുന്നു. സത്യയുഗത്തിൽ ഗർഭത്തിൽ ദുഃഖമുണ്ടാകുന്നില്ല. ബാബ കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗതി മനസ്സിലാക്കിച്ചു തരുന്നു. പിന്നെ അതിൻ്റെ ശാസ്ത്രമായ ഗീതയുണ്ടാക്കി. എന്നാൽ അതിൽ ശിവഭഗവാൻ ഉവാച എന്നതിന് പകരം കൃഷ്ണന്റെ നാമം വെച്ചു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സമ്പത്ത് നേടുന്നു. ഇപ്പോൾ ഭാരതം രാവണനാൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ദുർഗതി ഉണ്ടായിരിക്കുന്നു. ഈ വലിയ ശാപവും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ബാബ വന്ന് വരം നൽകുന്നു. ആയുഷ്മാൻ ഭവ, പുത്രവാൻ ഭവ, സമ്പത്തിവാൻ ഭവ. എല്ലാ സുഖത്തിൻ്റെയും സമ്പത്ത് നൽകുന്നു. നിങ്ങളെ വന്ന് പഠിപ്പിക്കുന്നു. ആ പഠനത്തിലൂടെ നിങ്ങൾ ദേവതയായി മാറുന്നു. ഈ പുതിയ രചന നടന്നുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവിലൂടെ നിങ്ങളെ ബാബ തൻ്റേതാക്കി മാറ്റുന്നു. പ്രജാപിത ബ്രഹ്മ എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ആ ഒന്നിൻ്റെ കുട്ടികളായ നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാർ ആയിരിക്കുന്നു. ദാദയിൽ നിന്നും സമ്പത്ത് ബാബയിലൂടെ നേടുന്നു. മുൻപും നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുന്നു. ബാബയുടെ കുട്ടികൾ വീണ്ടും ബാബയുടെ അടുക്കൽ പോകേണ്ടതാണ്. എന്നാൽ പ്രജാപിത ബ്രഹ്മാവിലൂടെ മനുഷ്യ സൃഷ്ടിയുടെ സ്ഥാപന നടക്കുന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുമല്ലോ. ആത്മാവിൻ്റെ സംബന്ധത്തിൽ നമ്മൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറയും. പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമാകുന്നതിലൂടെ നിങ്ങൾ സഹോദരി സഹോദരനാകുന്നു. ഈ സമയം നിങ്ങൾ എല്ലാവരും സഹോദരി സഹോദരങ്ങളാണ്. നിങ്ങൾ ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തിരുന്നു. ഇപ്പോഴും ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ശിവ് ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ആത്മാവായ നിങ്ങൾക്ക് ശിവ് ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ പാവനമാകുന്നത്. മറ്റൊരു ഉപായവും ഇല്ല. പാവനമാകാതെ നിങ്ങൾക്ക് മുക്തിധാമത്തിലേക്ക് പോകുവാനും സാധിക്കില്ല. ജീവൻ മുക്തിധാമത്തിൽ ആദ്യം ആദി സനാതന ദേവീ ദേവതാ ധർമ്മമായിരുന്നു. പിന്നെ നമ്പർ വൈസായി മറ്റു ധർമ്മങ്ങളും വന്നു. ബാബ അന്തിമത്തിൽ വന്ന് സർവരെയും ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കുന്നു. ആ ഒന്നിനെ പറയുന്നത് തന്നെ ലിബറേറ്റർ എന്നാണ്. ബാബ പറയുന്നു, നിങ്ങൾ കേവലം എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം ഭസ്മമാകും. ബാബ വരൂ, നമ്മളെ പതീതത്തിൽ നിന്നും പാവനമാക്കൂ എന്ന് വിളിക്കുന്നുമുണ്ട്. ടീച്ചറാണെങ്കിൽ പഠിപ്പിക്കുന്നു. ഇതിൽ സ്വഭാവ രൂപീകരണം നടക്കുന്നുണ്ടോ? ഇതും പഠനമാണ്. ജ്ഞാനത്തിൻ്റെ സാഗരമായ ബാബ തന്നെയാണ് വന്ന് ജ്ഞാനം നൽകുന്നത്. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാഗ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗതിയെ അറിഞ്ഞ് ഇപ്പോൾ ഒരു വികർമ്മവും ചെയ്യരുത്. കർമ്മക്ഷേത്രത്തിൽ കർമ്മം ചെയ്തുകൊണ്ടും വികാരങ്ങൾ ത്യാഗം ചെയ്യുന്നത് തന്നെയാണ് വികർമ്മങ്ങളിൽ നിന്നും രക്ഷിക്കുക എന്നത്. നമ്മുടെ ബലിയർപ്പണം ബാബ സ്വീകരിക്കും വിധത്തിൽ പാവനമാകണം. പാവനമായി പാവന ലോകത്തിലേക്ക് പോകണം. ശരീരം, മനസ്സ്, ധനം ഈ യജ്ഞത്തിൽ സ്വാഹ ചെയ്ത് സഫലമാക്കണം. വരദാനം: നോളജിൻ്റെ ലൈറ്റിലൂടെയും മൈറ്റിലൂടെയും വിഘ്ന വിനാശകൻ ആകുന്ന മാസ്റ്റർ നോളജ്ഫുള്ളായി ഭവിക്കട്ടെ. ഭക്തിമാർഗത്തിൽ ഗണപതിയെ വിഘ്ന വിനാശകൻ എന്ന് പറഞ്ഞുകൊണ്ട് പൂജിക്കുന്നു. അതിനോടൊപ്പം
ഗണപതിയെ മാസ്റ്റർ നോളജ്ഫുൾ, അതായത് വിദ്യാപതിയായും കണക്കാക്കുന്നു. അപ്പോൾ ഏത് കുട്ടികളാണോ മാസ്റ്റർ നോളജ്ഫുൾ ആകുന്നത് അവർ ഒരിക്കലും വിഘ്നങ്ങളോട് തോൽക്കുക സാധ്യമല്ല. കാരണം നോളജിനെ ലൈറ്റ് എന്നും മൈറ്റ് എന്നും പറയുന്നു. അതിലൂടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് സഹജമാകുന്നു. ആരാണോ ഇങ്ങനെയുള്ള വിഘ്നവിനാശകൻ ബാബയോടൊപ്പം സദാ കമ്പൈൻഡ് ആയിരുന്നു കൊണ്ട് നോളജിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഒരിക്കലും വിഘ്നത്താൽ തോൽക്കുന്നവർ ആവുകയില്ല. സ്ലോഗൻ: അകമേയും പുറമേയും ഏതെല്ലാം തിന്മകളുണ്ടോ അവയെ സമ്പൂർണ്ണ വിൽ ചെയ്യൂ, അപ്പോൾ വിൽ പവർ വന്നു ചേരും. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. ഇപ്പോൾ അനുഭവിയായി മറ്റുള്ളവരെയും അചഞ്ചലവും ആടാത്തവരും ആക്കുന്നതിൻ്റെയും അനുഭവം ഉണ്ടാക്കിക്കുന്നതിൻ്റെയും സമയമാണ്. ഇപ്പോൾ കളിക്കുവാനുള്ള സമയം സമാപ്തമായി. ഇപ്പോൾ സദാ സമർത്ഥമായി നിർബല ആത്മാക്കളെ സമർത്ഥം, അതായത് ശക്തിശാലി ആക്കിക്കൊണ്ടിരിക്കൂ. നിങ്ങളിൽ നിർബലതയുടെ സംസ്കാരം ഉണ്ടായിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെയും ദുർബലരാക്കും. ജ്ഞാനത്തിൻ്റെ ഓരോ പോയിന്റിൻ്റെയും അനുഭവി ആകുന്നതിനായി ഏകാന്ത പ്രിയരാകൂ. ഏകാഗ്രതയുടെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. യോഗേശ്വരനായ ബാബ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആദി വരദാനമായി നൽകിയ യോഗീ ഭവ പവിത്ര ഭവ എന്ന വരദാനത്തെ ഞാൻ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ വാസ്തവിക അവസ്ഥയായ പവിത്രതയുടെ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ പവിത്രതയാകുന്ന സ്വധർമ്മത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്വരൂപം സ്വാഭാവികമായി ശാന്തവും സുഖമയവുമായി മാറുന്നു. എൻ്റെ അനാദി സ്വരൂപം പവിത്രതയുടെയാണ്. ആ പരമ പവിത്ര സ്ഥിതി അനുഭവിക്കുന്നതിന് ഓർമ്മയുടെ യാത്രയിലൂടെ ഞാൻ പരമധാമത്തിൽ എത്തിച്ചേരുന്നു. ഈ പവിത്ര സ്വരൂപ അവസ്ഥയിൽ എൻ്റെ ആത്മഗ്രഹത്തിൽ ശിവബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നു.
പവിത്രതയുടെ മഹാസാഗരമായ ശിവ് ബാബയിൽ നിന്നും പവിത്രതയുടെ ദിവ്യ പ്രകാശകിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പവിത്രതയുടെ ശക്തി നിറയുന്നു. പവിത്രതയുടെ തിളക്കം വർദ്ധിക്കുന്നു. പരമാത്മാവിൻ്റെ പരമപവിത്ര പ്രഭാവലയത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ സ്വാഭാവികമായി മധുരതയുടെ ഗുണം ധാരണയാകുന്നു. സത്യതയുടെ ഗുണം ധാരണയാകുന്നു. വിനയം ധാരണയാകുന്നു. സന്തുഷ്ടത ധാരണയാകുന്നു. ഈ പവിത്ര അവസ്ഥയിൽ ഞാൻ പവിത്രതയുടെ ലൈറ്റ് ഹൗസായി വിശ്വത്തിലേക്ക് പവിത്രതയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുന്നു. പരിധിയില്ലാത്ത ബാബയുടെ ഓർമ്മയിൽ ഈ ഉയർന്ന പവിത്ര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ സഹജമായി സഹോദരഭാവം നിലനിർത്തുവാൻ കഴിയുന്നു. എൻ്റെ വാക്കിൽ മധുരതയും സത്യതയും നിലനിർത്തുവാൻ എനിക്ക് സാധിക്കുന്നു. എൻ്റെ കർമ്മത്തിൽ വിനയവും സന്തുഷ്ടതയും നിലനിർത്തുവാൻ എനിക്ക് കഴിയുന്നു. സർവപ്രാപ്തികളുടെയും ആധാരമായ ഈ മഹാശക്തിയെ ഞാൻ ബാബയുടെ ഓർമ്മയാകുന്ന ഛത്രഛായയിൽ ഇരുന്ന് ദൃഢതാപൂർവം നിലനിർത്തും.